29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും. സമാപന ദിനമായ ഇന്ന് 5 തിയേറ്ററുകളിലായി 11 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. വൈകുന്നേരം 6 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധിയിലാണ് സമാപന ചടങ്ങ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ്. ഇന്ന് ഏതൊക്കെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്? കൂടാതെ തന്നെ സമാപന ചടങ്ങ് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ബൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനമാണ്. ഇന്ന് കൊടിയിറങ്ങുകയാണ്. സമാപന ദിനമായ ഇന്ന് പ്രേക്ഷകർക്കായി 11 ചിത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 5 വേദികളിലായിട്ട് 11 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുക. വൈകുന്നേരം 6 മണിയോടെ തന്നെ നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് 7 ദിനരാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ 7 നീണ്ട ദിനരാത്രികളിലൂടെ തിരുവനന്തപുരം ജില്ലയിലെ 7 ദിനരാത്രികൾ നോക്കുകയാണെങ്കിൽ ഐതിഹ്യയുടെ ഏറ്റവും വിജയം തന്നെ കാണാൻ കഴിയുമെന്ന് വേണം പറയാൻ. തിരുവനന്തപുരം നഗരം ഒരു പറുദീസയായി മാറിയിരിക്കുന്നു എന്ന് വേണം എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാവും അധ്യക്ഷത വഹിക്കുക. സംവിധായക പായൽ കബാഡിക്കുള്ള സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ പുരസ്കാരം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ സുവർണ ചകോരം, അതോടൊപ്പം തന്നെ രജത ചകോരം, KR മോഹൻ എൻഡോൾമെന്റ്, നെറ്റ് പാക്ക് എന്നീ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്യും. ജൂറി അംഗങ്ങൾക്കുള്ള പുരസ്കാരവും മന്ത്രി K രാജൻ, VK പ്രശാന്ത് MLA എന്നിവരും നൽകുന്നതാണ്. പോളിംഗിലൂടെ ഇന്നലെ തന്നെ വൈകുന്നേരം 6 മണിയോടെ തന്നെ മികച്ച ചിത്രത്തിനുള്ള ഒരു പോളിംഗ് ആരംഭിച്ചിരുന്നു. 14 ചിത്രങ്ങളാണ് ഇത്തവണ പോളിംഗ് ലിസ്റ്റിൽ കാണാൻ കഴിഞ്ഞത്. പോളിംഗിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മന്ത്രി V ശിവൻകുട്ടി ഇന്ന് സമ്മാനിക്കുന്നതാണ് എന്ന് വേണം പറയാൻ. റവന്യൂ മന്ത്രി K രാജൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ അയ്യർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. മാധ്യമ പുരസ്കാരത്തിന് മികച്ച മാധ്യമ പ്രവർത്തകരാര, മികച്ച ക്യാമറമാൻ ആര, മികച്ച മാധ്യമ പുരസ്കാരം ആര് സ്വീകരിക്കും എന്നത് ഇന്നത്തെ സമാപന ചടങ്ങിൽ അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ മാധ്യമ പുരസ്കാരം നൽകുന്നത് മേയർ ആര്യ രാജേന്ദ്രനാണ്. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിലൂടെ മികച്ച മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ ചാനലിനും ക്യാമറമാനുമുള്ള പുരസ്കാരങ്ങൾ നൽകുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആമുഖ പ്രഭാഷണം നടത്തുന്നതാണ്. അക്കാദമിക് സെക്രട്ടറി C അജോയ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഷാജി N കരുണൻ, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ K മധുബാൽ എന്നിവർ ഈ ചടങ്ങിൽ ആശംസകൾ അറിയിക്കുന്നതാണ്. വളരെ വിപുലമായ അല്ലെങ്കിൽ വേദിയിലിരിക്കുന്ന വളരെ വിശിഷ്ട വ്യക്തികൾ എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ നീണ്ട 8 ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രേക്ഷക പ്രതികരണം തന്നെയാണ് IFFK ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരത്തിന് അർഹമാകുന്ന സിനിമയ്ക്ക് 20 ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുക. അതോടൊപ്പം തന്നെ സമാപന ചടങ്ങിനെ തുടർന്ന് സുവർണ ചകോരം നേടിയ ചിത്രം കൂടി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നതാണ്. സമാപന ചടങ്ങിന് മുന്നോടിയായി രാകേഷ് ചേർത്തലയുടെ ഓടക്കുഴൽ കച്ചേരി കൂടി ഇന്ന് നടക്കുന്നുണ്ട്. സമാപന ദിനത്തിൽ ഒരു കച്ചേരിയുടെ കൂടെ തന്നെയാണ് വൃന്ദ ഇന്ന് അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ 11 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. കൃത്യമായും പറയുകയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ 5 തിയേറ്ററുകളിലായി 11 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. ബ്ലാക്ക് ഡോഗ്, യൂണിവേഴ്സൽ ലാംഗ്വേജ്, വേ ടു ഹെവൻ, മൂൺ ക്രോസിംഗ്, കിസ് വാഗൺ എന്നിങ്ങനെ 11 ചിത്രങ്ങളാണ് 5 തിയേറ്ററുകളിലായി പ്രദർശിപ്പിക്കുക. തിയേറ്ററുകൾ നോക്കുകയാണെങ്കിൽ കൈരളി, ശ്രീനിള, ടാഗോർ, നിശാഗന്ധി എന്നീ 5 തിയേറ്ററുകളിലായിട്ട് രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ഈ 11 ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇന്ന് അവസാന ദിവസമായ അല്ലെങ്കിൽ സമാപന ദിവസമായ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഒരിക്കൽ കൂടി ഈ ചിത്രങ്ങൾ എത്തുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ 5 തിയേറ്ററുകളിലും മറ്റ് തിയേറ്ററുകളിലൊന്നും തന്നെ പ്രദർശനമോ അങ്ങനെ മറ്റു നടപടികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. എല്ലാവരും സമാപന ചടങ്ങിന്റെ തിരക്കിലാണ് ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള നടപടികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ 13 ചിത്രങ്ങളും വേൾഡ് സിനിമ, ഫീമെയിൽ ബേസ്, മലയാളം സിനിമ ടുഡേ, ലൈഫ് അച്ചീവ്മെന്റ്, കൺട്രി ഫോക്കസ്, ഫെസ്റ്റിവൽ ഫേവർട്ടീസ് എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് ഈ 11 ചിത്രങ്ങൾ 5 തിയേറ്ററുകളിലായിട്ട് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. വൃന്ദ.